അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നേരത്തെ നമ്മൾ ചെയ്ത പാർട്ട് 1ൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത്. 7ാമത്തെ ചാപ്റ്റർ മുതൽ. മൽ ജംഉൽ മുദക്കർ സാലിം, എന്താണ് ജംഉ മുദക്കർ സാലിം എന്നുള്ളത്? ഹുവ മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈനി, രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലായതിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി, അതിൻ്റെ ഏകവചന രൂപത്തിൽ മാറ്റം വരൽ കൂടാതെ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ആ രൂപത്തിൽ അർത്ഥം വെച്ചത്. ഏകവചന രൂപത്തിൽ മാറ്റം വരൽ കൂടാതെ രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കല്ലേ. മുസ്ലിം, അതിൻ്റെ അർത്ഥം ഒരു മുസ്ലിം എന്നാണ്. എന്നാൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞാലോ കുറേ മുസ്ലിങ്ങൾ എന്നാണ്. ഇവിടെ ഉണ്ടോ, മുസ്ലിം എന്നുള്ളതാണ് ഏകവചന രൂപം, അതിൽ മാറ്റൊന്നുമില്ല. എന്നാൽ അതിനേക്കാൾ ആളുകളാക്കിയപ്പോൾ എന്താ ചെയ്തത്? ഒരു വാവും നൂനും കൂട്ടിക്കൊടുത്തു അല്ലേ. മുസ്ലിമൂൻ, അല്ലെങ്കിൽ ഒരു യാവും നൂനും കൂട്ടിക്കൊടുക്കും സാധാരണഗതിയിൽ. മുസ്ലിമീൻ. ഏകവചന രൂപത്തിൽ മാറ്റമില്ലാതെ രണ്ടിൽ കൂടുതൽ എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഉദാഹരണം മുസ്ലിം മുസ്ലിമൂൻ, സ്വായിം സായിമൂൻ, ഷാക്കിർ ഷാക്കിറൂൻ, അല്ലെങ്കിൽ ഷാക്കിരീൻ. എങ്ങനെ പറഞ്ഞാലും ഏകവചനത്തിൽ രൂപത്തിൽ മാറ്റമില്ല. അത് രക്ഷപ്പെടലോടുകൂടെ ആണ് അതിൻ്റെ ജംഉ എടുക്കുക കേട്ടോ. ഇനി അടുത്തത് കൈഫ യുർഫഉ വയുൻസബുൽ ജംഉൽ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിമിന് എങ്ങനെയാണ് റഫ്അ് ചെയ്യുക, എങ്ങനെയാണ് നസ്ബ് ചെയ്യുക, എങ്ങനെയാണ് ജറ് ചെയ്യുക, ഇത് പഠിച്ചുകൊണ്ട്. അതായത് യുർഫഉ ബിവാവിൻ, വാവ് കൊണ്ടാണ് റഫ്അ്. സാധാരണ ലൊമ്മത്ത് കൊണ്ടാണ് റഫ്അ് അല്ലേ. എന്നാൽ ജംഉ മുദക്കർ സാലിമിനോ വാവ് കൊണ്ടാണ് റഫ്അ്, യാ കൊണ്ടാണ് നസ്ബും അതേപോലെ തന്നെ ജറും. യാ കൊണ്ടാണ് നസ്ബും അതുപോലെ തന്നെ ജറും. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ആ പാഠഭാഗത്തിൽ കാണാൻ പറ്റും. ഉദാഹരണം നോക്ക്, ആ 20ാമത്തെ പേജിൽ കണ്ടോ. ത്വാലിബൂന, ജാ ത്വാലിബൂന, നളർത്തു ഇല ത്വാലിബീന, സല്ലംതു അല ത്വാലിബീന. അതായത് റഫ്ഇൻ്റെ സമയത്ത് വാവ് കൊണ്ട് റഫ്അ് ചെയ്തു, നസ്ബിൻ്റെയും ജറിൻ്റെയും സമയത്തോ യാ കൊണ്ട് നസ്ബും ജറും നൽകുകയും ചെയ്തു. അടുത്തത് മൽ ജംഉൽ മുഅന്നസ് സാലിം, എന്താണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ? മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ, അലിഫും താഉം ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒന്ന്. മസീദത്തൈനി അലാ മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിനേക്കാൾ രണ്ടെണ്ണം കൂടുതലാകാം. ഉദാഹരണം പറയാം. അലിഫും താവും ഉണ്ടാവും, അതിൻ്റെ താഴത്തേക്ക് തന്നെ നോക്ക്. ത്വാലിബാത്ത്, കണ്ടോ. ത്വാലിബാത്ത് ത്വാലിബാത്ത്, മൂന്നെണ്ണത്തിലും ത്വാലിബാത്ത് അല്ലേ. അലിഫും താവും ഉണ്ട്. അതായത് അലിഫും താവും കൂടിയത് എന്നാൽ രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സംവിധാനത്തിനെയാണ് എന്ത് പറയുക, മുഫ്രദിനേക്കാൾ രണ്ട് കൂടിയത്. അപ്പോൾ അതിൻ്റെ ഏകവചനത്തേക്കാൾ രണ്ട് കൂടിയത് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിലധികമായതുള്ളത്, അതിനാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചാൽ മതി. അതായത് ഹുവ മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ഇനി അതിനെങ്ങനെയാണ് റഫ്ഉം നസ്ബും കൊടുക്കുക? ജംഉ മുഅന്നസ് സാലിമിൽ റഫ്ഇൽ മാറ്റമൊന്നുമില്ല, ലൊമ്മത്ത് കൊണ്ട് തന്നെയാണ് റഫ്ഉ. നസ്ബും ജറും കസ്റത്ത് കൊണ്ടാണ് കേട്ടോ. നസ്ബും കസ്റത്ത് കൊണ്ടാണ്, ജറ് പിന്നെ ഏതായാലും കസ്റത്ത് കൊണ്ടാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത്. അതാണ് യുർഫഉ ബിവാവിൻ, വാവ് കൊണ്ട് റഫ്ഉ, വയുൻസബു വയുജറു ബിൽയാ, യുർഫഉ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ്ഉ, വയുൻസബു വയുജറു ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ട് ജറും അതുപോലെ തന്നെ നസ്ബും. അടുത്ത ചോദ്യം, അൽ ലമീറുൽ മുൻഫസില മാഹുവ,
ലമീർ മുൻഫസിലായ ലമീറുകൾ ഏതൊക്കെയാണ്? മുൻഫസിലായ ലമീറുകൾ എല്ലാവർക്കും അറിയാം. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹ്നു. ഇത് ചേർന്ന് വരുമ്പോൾ രിജുലഹു, രിജുലഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമുക്ക് മുൻഫസിലായ ലമീറാണ് ചോദിച്ചിട്ടുള്ളത്. മുത്തസിലായ ലമീറും ഉണ്ട്, മുൻഫസിലായ ലമീറുകളും ഉണ്ട്. ഇനി അഖവാത്തു ഇന്ന മാഹിയ. ഇന്നൻ്റെ അഖവാത്ത് എന്തൊക്കെയാണ്? ഇന്നൻ്റെ അഖവാത്ത് എന്തൊക്കെയാണ്? ഇന്നൻ്റെ അഖവാത്ത് എന്തൊക്കെയാണ്? ഇന്നൻ്റെ കൂട്ടുകാരത്തികളെ, സഹോദരിമാരെ, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. അടുത്തതോ മാ ഏറാബു ഇന്ന വഖവാത്തുഹ. ഇന്ന വഖവാത്തിൻ്റെ ഏറാബ് എന്താണ്? തൻസിബുൽ ഇസ്മ വതർഫഉൽ ഖബറ. ഇസ്മിന് നസ്ബ് ചെയ്യും, ഖബറിന് റഫ് ചെയ്യും. അതായത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്ന വഖവാത്തൊക്കെ മുബ്തദ ഖബറിലാണ് പ്രവേശിക്കുക. ഒന്ന് നോക്കല്ലേ നമുക്ക്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇനിയും കാനിയും കൂടെ ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. ഇനി അത് അടുത്ത ചോദ്യം വായിക്കാനുള്ളതാണ്. ഇപ്പോൾ അല്ലാഹു ഗഫൂറുൻ, അല്ലാഹു ഗഫൂറുൻ, അള്ളാഹു പുറത്തു നൽകുന്നവനാണ്. ഇതിലേക്ക് ഇന്ന കൊടുത്തു എന്ന് വിചാരിക്കുക. ഇന്ന കൊടുത്താൽ ഇന്നയുടെ ഇസ്മിന് നസ്ബ്. അപ്പോൾ അള്ളാഹു എന്ന് മാറിയിട്ട് എന്തായിട്ട് മാറും? അല്ലാഹ എന്നായിട്ട് മാറും. ഇന്നല്ലാഹ ഗഫൂറുൻ എന്നതിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താ? ഖബറിന് റഫ് ആണ്. ഇന്നയുടെ ഖബറിന് റഫ് ആണ്. അതുകൊണ്ട് തന്നെ ഗഫൂറുൻ എന്നതിൽ മാറ്റം ഉണ്ടാവില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഇനി തൊട്ടടുത്ത പാഠത്തിൽ വരുന്ന കാന വന്നാലോ? ഇന്നൻ്റെ നേരെ ശത്രുക്കളാണ് കാന. കാന വന്നെന്താ ചെയ്യാന്നറിയോ? നല്ല അടിപൊളിയായിട്ട് ഓല് ഇന്നൻ്റെ ചെയ്തികളൊക്കെ മാറ്റി തീർക്കും. കാനൻ്റെ തുണക്കാരത്തികളുണ്ട്. കാന, സുറ, ലല്ല, ബാത്ത, അസ്ബഹ, അംസ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വന്നാൽ ഇവിടെ ലൊമ്മൊടുക്കും. അതായത് ഇസ്മിന് നസ്ബ്. കാനല്ലാഹു ഗഫൂറൻ. കണ്ടോ? ഗഫൂറുൻ ആയിട്ടുള്ള മാറ്റിയിട്ട് എന്തായി? ഗഫൂറൻ എന്നാക്കും. അപ്പോൾ ഇന്നയുടെ ഇസ്മിന് നസ്ബ്, ഖബറിന് റഫ്. കാനൻ്റെ ആവുമ്പോഴോ ഇസ്മിന് റഫ്, ഖബറിന് നസ്ബ്. രണ്ടും ഓപ്പോസിറ്റാണ് കേട്ടോ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാ. ഇനി കാനയുടെ അഖ്വാത്തുകൾ ഏതൊക്കെയാണ്? കാന, സ്വാറ, ബാത്ത, അസ്ബഹ, അൽഹ, അംസ, ലല്ല, മാസാല, മാ ഫത്തിഹ, മാ ബരിഹ, മംഫക്ക, മാദാമ, ലൈസ. അടുത്ത ചോദ്യമോ മൽ അദവാത്തുല്ലത്തി തൻസിബുൽ ഫിഅലിൽ മുളാരിയ. മുളാരിയായ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന അദാത്തുകൾ ഏതൊക്കെയാണ്? മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന അദാത്തുകൾ ഏതൊക്കെയാണ്? മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഏതൊക്കെയാണ്? അൻ, ലൻ, കൈ, ഇതൻ. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ഇപ്പോൾ ഒരു മുളാരിയായ ഫീൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുളാരി തന്നെ ആയിക്കോട്ടെ. യജ്ലിസു, യജ്ലിസു, യജ്ലിസുന് എന്താ? റഫ് അല്ല ഇവിടെ കാണുന്നത്. യജ്ലിസു റഫ് അല്ല ഇവിടെ കാണുന്നത്. അതായത് ദേ അവസാന അക്ഷരമാണല്ലോ നമ്മൾ നോക്കുക. റഫ് ആണ്. എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞതോ മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളാണ്. അതേതൊക്കെയാണ്? അൻ. ഇപ്പോൾ ഇവിടെ അന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വായിക്കുക? അൻ യജിലിസു എന്ന് മാറ്റിയിട്ട് ഇവിടെ എന്താവും എന്നറിയോ? അൻ യജിലിസ. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. അതായത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് അൻ, ലൻ, കൈ, ഇതൻ. ഇതൊക്കെ വന്നാൽ മുളാരിയായ ഫീലിന് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻ,
ലം, ലമ്മ, ലാമുൽ അമ്ര. ഇത് ചെയ്യുന്ന പണി എന്താ? അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യജിലിസു എന്നല്ലേ ഉണ്ടായിരുന്നത്, യജിലിസു, അതിലേക്ക് ഈ ഇന്ന് വന്നു കഴിഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ ലമ്മ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ മാറ്റം ഉണ്ടാവുക? മുലാരിയ ഫീലിന് ജസ്മ് ചെയ്യും. അപ്പോൾ യജിലിസു എന്നുണ്ടാവില്ല, യജിലിസ് എന്നായിട്ട് മാറും. അതാണ് ഇനി അടുത്ത ചോദ്യം. അതായത് മൽ അദവാത്തുല്ലത്തി തജ്സിമുൽ ഫിഅലിൽ മുലാരിഇ, മുലാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന അദവാത്തുകൾ ഏതൊക്കെയാണ്? ഇൻ, ലം, ലമ്മ, ലാമുൽ അമ്ര, ലാ ലിന്നഹി. ഓക്കെ ആണല്ലോ. ലാമുൽ അമ്ര എന്ന് പറഞ്ഞാൽ ലിയജ്ലിസ്, ലിയഫ്അൽ എന്നൊക്കെ പറയില്ലേ, അതാണ്, കൽപ്പനയാണ്. നെഹി ആണെങ്കിലോ നിരോധനകളാണ്, ചെയ്യരുത്. ലാ തശ്രിബ്, ലാ തർഫ സൗത്ത റസൂലില്ലാഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് കേട്ടതാണല്ലോ. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ മഅത്തൂഫിൻ്റെ ഇറാബ്, മഅത്തൂഫിൻ അലൈഹിൻ്റെ ഇറാബാണ് നേരത്തെ പറഞ്ഞതാണ്. മുലാഫിൻ ഇലൈഹിൻ്റെ ഇറാബ് ജറാണ്, അത് നമ്മൾ പറഞ്ഞതാണ്. മഫ്ഊലിന് നസ്ബാണ്, ഫായിലിന് റഫ് ആണ്. ഇസ്മു ഇന്ന വഖവാത്ത്, ഇന്നൻ്റെ അതുപോലെ തന്നെ സഹോദരിമാരുടെയും ഇസ്മിനിക്ക് നസ്ബ്, ഖബറിനിക്ക് റഫ്. നായിബ് ഫായിലിന് റഫാണ്. അതുപോലെ തന്നെ ഖാന, സ്വാറല്ല ബാത്തതിൻ്റെ ഇസ്മിന് റഫും അതുപോലെ തന്നെ ഖബറിന് നസ്ബുമാണ്. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.